പ്രിയപ്പെട്ടവരെ, ലേണിംഗ് ടീച്ചേഴ്സിന് വേണ്ടി ശ്രീ രമേശ് KS ഡിസൈൻ ചെയ്ത ഒരു ഉപകരണമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ നിഴലിൻ്റെയും പ്രകാശ സ്രോതസ്സിൻ്റെയും വസ്തുവിൻ്റെയും വലുപ്പവുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രകാശ സ്രോതസ്സും വസ്തുവും ഒരേ വലുപ്പമായിരിക്കുമ്പോൾ നിഴൽ വസ്തുവിൻ്റെ അതേ വലുപ്പമായിരിക്കും. പ്രകാശ സ്രോതസ്സ് വസ്തുവിനേക്കാൾ വലുതാണെങ്കിൽ നിഴൽ ചെറുതായിരിക്കും. പ്രകാശ സ്രോതസ്സ് വസ്തുവിനേക്കാൾ ചെറുതാണെങ്കിൽ വസ്തുവിനേക്കാൾ വലിയ നിഴലായിരിക്കും ലഭിക്കുക. ഇത് നമ്മളെപ്പോഴും കാണിക്കുന്നത് ഒരു വസ്തു പ്രകാശ സ്രോതസ്സിന് നേരെ പിടിച്ച് നിഴൽ ഒരു സ്ക്രീനിൽ പതിപ്പിച്ചാണ്. ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഴൽ മാത്രമാണ്. നിഴലിൻ്റെ പാത അല്ലെങ്കിൽ നിഴൽ പിന്നിലേക്ക് വലുതായോ ചെറുതായോ അതേ വലുപ്പത്തിലോ പോകുന്നത് നമുക്കിതിലൂടെ വിശദീകരിക്കാൻ സാധിക്കില്ല. അതിനു വേണ്ടിയുള്ള ഒരു ലഘുവായ ഉപകരണമാണിത്. ഈ ഉപകരണത്തിൽ ഒരു ബോർഡിൽ ഒരു ബോൾ വെക്കാൻ ആവശ്യമായ വലുപ്പമുള്ള ഒരു ദ്വാരം ഉണ്ടാക്കിയിരിക്കുന്നു. ആ ദ്വാരത്തിലേക്ക് നമ്മൾ ബോൾ അമർത്തി വയ്ക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ബോളിൻ്റെ പകുതി ഭാഗം ഒരു വശത്തും മറുപകുതി മറുഭാഗത്തുമായി കാണാം. ഇതിലേക്ക് നമ്മളൊരു പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശം പതിപ്പിക്കുക. നോക്കൂ, നമുക്ക് വസ്തുവിൻ്റെ നിഴൽ പൂർണ്ണമായും ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിഴൽ പ്രകാശ സ്രോതസ്സ് വസ്തുവിനേക്കാൾ വളരെ വലുതായത് കാരണം നിഴൽ പിന്നിലേക്ക് വന്ന് വലുപ്പം കുറഞ്ഞ് ഇല്ലാതാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ആകാശഗോളങ്ങളുടെ നിഴലുകൾ. ഭൂമിയേക്കാൾ വളരെ വലിയ പ്രകാശ സ്രോതസ്സാണ് സൂര്യൻ. അതുകൊണ്ട് ഭൂമിയുടെ നിഴൽ പിന്നിലേക്ക് ചെറുതായി വന്ന് ഇല്ലാതാവുന്നു. ആ നിഴൽ പൂർണ്ണമായും നമുക്ക് ഈ ബോർഡിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മറ്റൊരു സ്ക്രീൻ വയ്ക്കുകയാണെങ്കിൽ ആ സ്ക്രീനിലും ഈ നിഴൽ കാണാൻ സാധിക്കും. അതായത് ഈ വസ്തുവിൻ്റെ നിഴൽ ഒരു ത്രിമാന രൂപമായാണ് പിന്നോട്ട് വന്ന് ചെറുതായി ഇല്ലാതാകുന്നത്. ഇത് വിശദീകരിക്കാൻ സാധിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണിത്.